ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. അതിന്റെ ഭാഗമായി ദീർഘവീക്ഷണ സ്ത്രീ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് നൽകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു സർ. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലും ആയിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. നമസ്കാരം. 1957 ഓഗസ്റ്റ് 24 ഒന്നാം കേരള നിയമസഭയിൽ കാർഷിക കീടങ്ങളെയും കീടബാധയെയും കുറിച്ച് ഒരു ചർച്ച നടക്കുന്ന സമയം തോപ്പിൽ ഫാസി ഒരു ചോദ്യം ഉന്നയിച്ചു. കൃഷിക്ക് ചാഴിശല്യം ഉണ്ടാകുന്നതായി അറിയാമോ? ജോസഫ് ചാഴിക്കാടൻ ഇതിന് മറുപടിയായി പറഞ്ഞു, ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പഴിക്കും. ചില ചാഴികൾ ചില തോപ്പിലൊക്കെ കയറും, മറ്റു ചിലത് നിലങ്ങളിലൊക്കെ കയറും. എന്നാൽ ഈ ചാഴി ആ വെറും തോപ്പിൽ കയറില്ല. എതിരാളിയുടെ പേരിനൊപ്പം സ്വന്തം പേരും ചേർത്ത് വെച്ച് നടത്താറുള്ള ഇത്തരം വാക്ചാതുരി ഒരു കാലത്ത് നിയമസഭയെ ഇളക്കിമറിച്ചിരുന്നു. ഇന്നലെ നിയമസഭയിൽ മുൻമന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സബ്മിഷനും അതിന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നൽകിയ കുറുക്കിക്കൊള്ളുന്ന മറുപടിയും കേട്ടപ്പോൾ സഭയിൽ പണ്ട് നടന്ന ഈ ചർച്ച ഓർത്തുപോയി. അമ്മായിയപ്പൻ പ്രതിപക്ഷ നേതാവായി നിർഗുണനായി വായും പൂട്ടിയിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശേഷക്കാരൻ മരുമോന് നാണക്കേടാകും. എരണം കെട്ടവന്മാർ ഭരിക്കുമ്പോൾ സകല മാറാരോഗങ്ങളും വരുമെന്ന് പണ്ട് കെ മുരളീധരൻ ഒന്ന് പ്രസംഗിച്ചു പോയി. അതിൽ കയറി പിടിച്ചായിരുന്നു മുഹമ്മദ് റീൽസിൻ്റെ പ്രസംഗം. കെ മുരളീധരൻ ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘവീക്ഷണ ശ്രീ പുരസ്കാരം നൽകണമെന്നുമായിരുന്നു റിയാസിൻ്റെ ആവശ്യം. ആരോഗ്യവകുപ്പിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ആകെയുള്ള പ്രശ്നം കഴിഞ്ഞ 10 വർഷത്തെ റീൽസ് ഇടലും 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നുവെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരിച്ചടിച്ചത്. അതോടെ മുഹമ്മദ് റീൽസ് തൽക്കാലം ഒന്നടങ്ങി. എബോളയും ഷിഗല്ലയും മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ബോളകളൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷം ഇപ്പോൾ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഒറ്റ മാസം കൊണ്ട് കൂപ്പ് കുത്തിയത്രേ. എന്തായാലും മുരളീധരൻ പറഞ്ഞ ആ വീണമീട്ടൽ ജോറായി. കഴുത്തുളുക്കി വീട്ടിലിരിക്കുമ്പോഴും വീണമീട്ടൽ അവസാനിക്കുന്നില്ല. ഇന്നലെ അവർ പറഞ്ഞത് ആരോഗ്യവകുപ്പിന് ഏകോപനമില്ല എന്നാണ്. ആ ചോദ്യം എടുത്തിട്ട മാധ്യമപ്രവർത്തകരോട് കെ മുരളീധരൻ ഇങ്ങനെ പറഞ്ഞു, അത് ജനം വീട്ടിലിരുത്തിയവരുടെയൊക്കെ ആര് മറുപടി പോയി പണി നോക്കണം. ജനം തോൽപ്പിച്ച് വീട്ടിലിരുത്തിയതിനൊക്കെ എന്തിന് മറുപടി പറയണം? പോയി പണി നോക്കാൻ പറ. കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ വീണയ്ക്ക് കിടക്കപ്പുറതിയില്ല. എന്തു ചെയ്യാം? ആറന്മുളക്കാർ കെട്ടിയോൻ്റെ അപേക്ഷ പ്രകാരം പിള്ളേരെ നോക്കി വീട്ടിലിരിക്കാൻ പറഞ്ഞ് വീണയെ തോൽപ്പിച്ചു കളഞ്ഞു. നിയമസഭയിൽ കത്തിക്കയറാൻ നോക്കിയ മരുമകൻ മുരളീധരൻ്റെ ആ ഒരൊറ്റ മറുപടിയോടുകൂടി ഇരിപ്പായി. ധവളപത്രം ഇറക്കിയ ദിവസം ഈ റിയാസും ജനീഷ് കുമാറും കൂടി കൈ കോർത്തതെന്ന് പറഞ്ഞത് നമുക്ക് ധവളപത്രത്തെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് വിശദമായി സംസാരിക്കാമെന്നാണ്. ധവളപത്രവും കഴിഞ്ഞു, ബജറ്റും കഴിഞ്ഞു. ഈ രണ്ടുപേരെയും പിന്നെ കാണുവാനില്ല. അവരൊന്നിച്ചു വരുമെന്നും കേരളത്തിൻ്റെ ധനസ്ഥിതിയെപ്പറ്റിയും ബജറ്റിനെ പറ്റിയും നമ്മോട് വൃത്തിയായും വെടിപ്പായും നല്ല ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുമെന്നൊക്കെ വെറുതെ കരുതി. പക്ഷേ പിന്നെ നമ്മൾ റിയാസിനെ കണ്ടത് കോഴിക്കോട് ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയെ കുറ്റം പറഞ്ഞുകൊണ്ട് കുത്തിയിരിപ്പ് സമരം നടത്തുന്നതാണ്. ED ഓഫീസിലേക്ക് പോയ ഭാര്യയ്ക്ക് അകമ്പടി സേവിക്കുന്നതും പിന്നെ കണ്ടു. ഇനി 29-ാം തീയതി വീണ്ടും പോകണം. അന്നും ആഡംബര കാറിൽ അകമ്പടി പോകും. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വരുന്നത് വരെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും. എന്തായാലും മന്ത്രിപ്പണി പോയത് കാര്യമായി, അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി എങ്ങനെ സമയം കണ്ടെത്തുമായിരുന്നു? ജനീഷ് കുമാർ ധവളപത്രത്തെപ്പറ്റി കാര്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്താമായിരുന്നു. കോന്നി MLA ജനീഷ് കുമാർ VD സതീശന് വനവാസത്തിന് കൊണ്ടുവരാൻ വേണ്ടി ഒന്നാന്തരം വനമേഖലയൊക്കെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ അന്തങ്ങളുടെയൊക്കെ ആവലാതികൾ കാണുമ്പോൾ തോന്നുന്നത് കമ്മികളുടെ ക്യാപ്സൂളുകളും പെടലി വീണ നൽകുന്ന ആൻറ്റിബയോട്ടിക്കുമാണ് ഈ നാട്ടിലെ എല്ലാവിധ മാറാരോഗങ്ങൾക്കും ഔഷധമായി പ്രവർത്തിച്ചത് എന്നാണ്. ഭരണത്തിൽ നിന്നും പോയതും MLA പണി ഇല്ലാതായതും സത്യത്തിൽ വീണയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. കഴിഞ്ഞ 10 വർഷം ഭരണത്തിൻ്റെ തണലിൽ പിണറായിയുടെ മാനസപുത്രിയായി ചില്ലറയാണോ വിലസിയത്? എവിടെ ചെന്നാലും കമ്മികൾ ആരവം മുഴക്കാനും ആർപ്പ് വിളിക്കാനും റീൽസ് എടുക്കാനും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരി അങ്ങ് പൊങ്ങി. ഇതാണ് കമ്മ്യൂണിസം എന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു. VD സതീശനെ വെല്ലുവിളിക്കാത്ത ഒറ്റ ദിവസമുണ്ടായിരുന്നില്ല. വീണ ജോർജ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർമാർക്കൊന്നും ജോലി ചെയ്യാനേ ഇപ്പോൾ തോന്നുന്നില്ല. നേഴ്സുമാർക്ക് കുത്തിവെക്കുമ്പോൾ കൈ വിറയ്ക്കുകയാണ്. വീണ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം വരുമായിരുന്നു.
ആരോഗ്യവകുപ്പിൽ വീണയില്ലാതായതോടെ പഴന്തീനി വവ്വാലുകൾ കിണറിനകത്ത് മലർന്നു കിടന്ന് പെടുക്കുകയാണ്. സൂംബ നൃത്തത്തിൻ്റെ ചുവടുകളെല്ലാം വീണ ജോർജ് മറന്നുപോയിരിക്കുന്നു. ഒരു മാസത്തിന് മുമ്പുള്ള ആരോഗ്യ കേരളം എന്തായിരുന്നു? പണക്കാരൊക്കെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരാൻ കൊതിച്ചിരുന്ന കാലം. അമേരിക്കയിൽ നിന്നും മാസ്കിനായി ശൈലജ ടീച്ചറെ വിളിച്ചിരുന്ന കാലം. സത്യത്തിൽ ആരോഗ്യമന്ത്രിയെ ഒറ്റ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണിപ്പോൾ കമ്മികളും അന്തങ്ങളും. അതിൻ്റെ പ്രധാന കാരണം കയ്യിലിരിപ്പും വീഴ്ചകളും കാരണം ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നേരിട്ടത് ആരോഗ്യ വകുപ്പായിരുന്നു. പിണറായി വിജയൻ്റെ ഇഷ്ടക്കാരിയാവുകയും പാർട്ടിക്ക് മേൽ വളരുകയും ചെയ്ത വീണ ജോർജ് അവരെ സംബന്ധിച്ചിടത്തോളം ഊതി വീർപ്പിച്ച ഒരു വർണ്ണ ബലൂണായിരുന്നു. വോട്ടെണ്ണൽ ദിവസം ആദ്യം തോൽവിയുടെ ലക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് വീണയാണ്. തപാൽ വോട്ടുകൾ പോലും അവർക്ക് രക്ഷയായില്ല. ആ പരാജയം കമ്മികളെ ചില്ലറയല്ല അസ്വസ്ഥരാക്കിയത്. കൂടെ നിന്നവർ പോലും പാലം വലിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ ഏറ്റവും ദുർബലനായ മന്ത്രിയാക്കി ചിത്രീകരിക്കാൻ അവർ മത്സരിക്കുകയാണ്. ഭരണത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ടാലും കഴിഞ്ഞ കാലത്തിൻ്റെ ഹാങ് ഓവറിൽ കഴിയുന്ന ഒരു വർഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. പുതിയ സർക്കാർ വന്ന് ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് എന്തെല്ലാം തരത്തിലുള്ള അസഹിഷ്ണുതകളാണ്. നിയമസഭയിൽ റിയാസ് നടത്തിയ പ്രസംഗവും അതിന് മുരളീധരൻ കൊടുത്ത കിടിലൻ മറുപടിയും എല്ലാവരും കണ്ടതാണ്. പക്ഷേ താൻ കത്തിക്കയറുന്ന രംഗം മാത്രം എടുത്ത് ഫേസ്ബുക്കിലിട്ട് അവിടെ നിന്നും തെറികൾ വാങ്ങിക്കൂട്ടുകയാണ് റിയാസ് മരുമോന്. റിയാസും അമ്മായിയപ്പനും കൂടി ഈരിടയം തോർത്ത് വീശി സ്രാവിനെ പിടിക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുന്നത്. വല്ല മാനത്ത് കണ്ണിയോ ഊത്തയോ കയറിയാലായി. നോക്കണേ, മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തേണ്ടിയിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. അന്ന് മന്ത്രി വീണ ജോർജാണ്. അന്ന് പിണറായി വിജയനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. യാതൊന്നും ചെയ്യാതെ വരാൻ പോകുന്ന സർക്കാരിന് പണി കൊടുക്കാനായി സകല രോഗകീടങ്ങളെയും ഇവിടെ തന്നെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിപ്പോയെന്ന്. ഇപ്പോൾ ഇവർക്ക് കൂടുതൽ നിരാശയുണ്ടാകാൻ കാരണം നിപ്പ കരുതിയതുപോലെ പടർന്നില്ല. മറ്റു രോഗങ്ങൾ വരുമെന്ന് പറഞ്ഞത് വഴിക്ക് തങ്ങി. ഭരണം കയ്യിലുള്ള കാലത്ത് റിയാസിൻ്റെ പ്രധാന പരിപാടി റീൽസുകൾ തന്നെയായിരുന്നു. ദേശീയപാതയെ കണ്ടത്തിൽ കൊണ്ട് തള്ളിയപ്പോൾ സൂക്കേട് തീർന്നു. അന്ന് വീടിനുള്ളിൽ കയറി ഇരിപ്പായതാണ്. ഒടുവിൽ പിണറായിക്ക് തന്നെ പറയേണ്ടി വന്നു ദേശീയപാതയിൽ സംസ്ഥാനത്തിന് യാതൊരു പങ്കുമില്ലെന്ന്. ദേശീയപാതയിലൂടെ റിയാസ് നടക്കാത്ത ഒറ്റ ദിവസങ്ങളില്ല. ഇച്ഛാശക്തിയുള്ള പിണറായി വിജയൻ്റെ അവദാനങ്ങളും മരുമോൻ്റെ കോർഡിനേഷനും. രാജകുമാരനെ പോലെ അങ്ങ് ഒഴുകി നടക്കുകയായിരുന്നു. ഇതുതന്നെയാണ് വീണ ജോർജും ചെയ്തത്. അച്ചടി ഭാഷയിൽ സാഹിത്യ ഭംഗിയോടെ വന്ന് മറ്റുള്ളവരെ കുറ്റം പറയും. അഹങ്കാര വർത്തമാനമേ പറയൂ. കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് കേരളത്തിലെ സകല മഹാമാരികളും നാട് കടന്നത് എന്നും പറയും. PR വർക്കുകളും തള്ളുകളും കേൾക്കാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്നില്ല. ചികിത്സാ പിഴവിനെതിരെ ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതായിരുന്നു രീതി. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണം കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. വെറും 35 ദിവസം കൊണ്ട് അവർ പുതിയ ഭരണകൂടത്തെ മനസ്സിലാക്കിയത്രേ. അതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ബോധ്യമായി പോലും. തൃത്താലയിൽ തുന്നമ്പാടി മുക്രയിട്ട് വീട്ടിലിരിക്കുന്ന MP രാജേഷ് മുതൽ ആറന്മുളക്കാർ അമരത്തിൽ നിന്നും പിടിച്ചിറക്കിയ ആറ്റിൽ തള്ളിയ വീണ ജോർജ് വരെ, വയ്യാത്ത മൂരി വേലി ചാടും പോലെ നടക്കുന്ന ശിവൻകുട്ടി, ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിരിക്കുകയാണ് ഭരണം ശരിപ്പെടുത്തി കൊടുക്കാൻ. 10 വർഷം ഒരു സിസ്റ്റത്തെ കയ്യിൽ വെച്ച് അതിന് നടുവും മുതുകും ഒടിച്ച് ഒരു പരുവമാക്കി. ആരോഗ്യവകുപ്പിൻ്റെ പല സുപ്രധാന കസേരയിലും ഇരിക്കുന്നത് ഇപ്പോഴും കമ്മിക്കൂറുകാരാണ്. ഇവരെയൊക്കെ ഇറക്കി വിട്ട് അടിച്ചു തളിച്ചൊന്ന് ശുദ്ധമാക്കി വരാൻ ഇനിയും കുറച്ച് ദിവസം കൂടി വേണ്ടിവരും. അതുവരെ ഒന്ന് അടങ്ങും മരുമോനെ.